വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗേസ്, എൻ്റെ പകുതി സബും ഇത് ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ കാഴ്ചക്കാരാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വോട്ടിങ്ങിലും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കുറേ ന്യൂസ്, പിന്നെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുറേ പേര് കുറേ ഹോസ്റ്റിങ്ങിൻ്റെ ആൾക്കാരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ ആൾ ലാലേട്ടൻ മാറി, ഇയാൾ ഇങ്ങനെ വരുന്നു, ആ ആൾ വരുന്നു, ഇയാൾ വരുന്നു, അങ്ങനെ ഒരു 30-40 മിനിറ്റൊക്കെയാണ് ഓരോരുത്തർ വരുന്ന കഥ പറയുന്നത്. അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ 5 മിനിറ്റിൽ പറഞ്ഞ് തീർക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇവന്മാർ തമ്മിൽ ആദ്യം അഞ്ഞു എന്നിട്ട് ഇവന്മാർ 30 മിനിറ്റ് ഇരുന്ന് കോണ. സുഹൃത്തുക്കളെ, നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. കുറേ ന്യൂസിൽ കണ്ടായിരുന്നു ലാലേട്ടൻ മാറി അടുത്ത് വരാൻ പോണ മമ്മൂക്കയാണെന്ന്. അതിലാണ് നമ്മൾ ആദ്യം തിരുത്താൻ പോകുന്നത്. മമ്മൂക്ക വരില്ല. കാര്യം ബിഗ് ബോസിൻ്റെ ആദ്യം ഹോസ്റ്റ് ചെയ്യാൻ വിളിച്ചത് മമ്മൂക്കയാണ്. മമ്മൂക്കയ്ക്ക് നല്ലൊരു ഹ്യൂജ് എമൗണ്ടാണ് പറഞ്ഞത്. മമ്മൂക്ക അത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മമ്മൂക്കയല്ല, മമ്മൂക്ക വരില്ല എന്ന് തന്നെയാണ് മമ്മൂക്ക പറഞ്ഞത്. മമ്മൂക്ക വരില്ല. കാര്യം മമ്മൂക്കയാണെങ്കിൽ ലാലേട്ടന് പകരം ആദ്യം വിളിച്ച മമ്മൂക്കയാണ്. മമ്മൂക്ക പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂക്ക ബിഗ് ബോസിൻ്റെ ഹോസ്റ്റിംഗ് ആയിട്ട് വരില്ല. അപ്പം നമുക്ക് ഒരു സംശയം തീർന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എല്ലാ ന്യൂസിലൊക്കെ വരും ഇതുപോലെ മമ്മൂക്ക വരും അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മമ്മൂക്ക വരില്ല. അതാ ഇൻ്റർവ്യൂ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മമ്മൂക്ക തന്നെയാണ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, എന്നെയാണ് ആദ്യം വിളിച്ചത്. അത് ഒരാൾ ചോദിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞതാണ്. അപ്പോൾ മമ്മൂക്ക അല്ല. അപ്പോൾ നിങ്ങൾക്ക് ആ സംശയം തീർന്നായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ വേറെ കുറച്ച് ന്യൂസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അത് ഏത് പെൺകുട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമത മോഹൻദാസ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ ആയാലും എല്ലാ രീതിയിലും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പുള്ളിക്കാരി തന്നെയാണ് മമത മോഹൻദാസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഒരുപാട് ആങ്കറിങ് ഷോയും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും കയ്യിലെടുക്കാനും പറ്റുന്നൊരു വ്യക്തി തന്നെയാണ് മമത മോഹൻദാസ്. അപ്പോൾ അങ്ങനെ മമത മോഹൻദാസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% ചാൻസ് കൂടുതൽ. എന്നാലും വരാനുള്ള ചാൻസ് കുറവായിരിക്കും. പക്ഷേ വന്നാൽ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നാൽ അടിപൊളിയായിരിക്കും, വന്നില്ലെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. കുറേ മീഡിയയിലൊക്കെ ഇട്ടേക്കാണ് വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അടുത്ത ഒരാളുടെ പേരാണ് നിങ്ങൾ എല്ലാ മീഡിയയിലും കണ്ടായിരിക്കും, സുരേഷ് ഗോപി. സുഹൃത്തുക്കളെ, സുരേഷ് ഗോപി പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ കോടീശ്വരൻ. പിന്നെ അതുപോലെ ഏഷ്യത്തിലെ 2-3 ഷോ ഒക്കെ ചെയ്ത സുരേഷ് ഗോപിയാണ്. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. സുരേഷ് ഗോപി എന്തായാലും വരില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം സുരേഷ് ഗോപി ഒന്നും വരില്ല. കാര്യം ഇങ്ങനെ ഈ റിയാലിറ്റി ഷോ ഇപ്പം പുറത്ത് നടക്കുന്നതും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രീതിയിലൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഭയങ്കര കലിപ്പ് രീതിയിലൊക്കെ നിൽക്കണം. അപ്പോൾ സുരേഷ് ഗോപി നിന്ന് വന്നു കഴിഞ്ഞാൽ സീനായിരിക്കും. കാര്യം ഇപ്പം തന്നെ സുരേഷ് ഗോപി എല്ലായിടത്തും മുമ്പിൽ നിന്ന് മാറാ എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം വന്നാലും അടിപൊളിയായിരിക്കും. പക്ഷേ വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരാനുള്ള ചാൻസ് ഇല്ല എന്നാണ് അവിടെ നിന്ന് പറയാനായിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് പറയുന്നത് വെച്ചാൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഏഷ്യാനെറ്റിൽ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് വരാനുള്ള ചാൻസ് തള്ളിക്കളയാനും പറ്റില്ല എന്നാണ് പറയുന്നത്. സോ അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയാൻ കാര്യം ലാലേട്ടൻ ലൂസിഫർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടൻ അതിൽ നിന്ന് മാറുന്നത്. ലൂസിഫർ സിനിമയുടെ പിന്നെ അല്ലാത്ത സിനിമയുടെ തിരക്കാണ്ടാണ് ലാലേട്ടൻ മാറുന്നത് എന്നാണ് കുറേ പേര് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ മാറുമെന്ന് തന്നെ ലാലേട്ടൻ മാറില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ IPL സീസൺ തുടങ്ങുന്ന സമയത്താണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ IPL തുടങ്ങാറ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ലാലേട്ടൻ മാറുമില്ലെന്ന് എല്ലാ സീസൺ 3-ാമത്തെ സീസൺ തുടങ്ങി ലാലേട്ടൻ മാറുന്നു. ഇപ്പോൾ സീസൺ 6 എന്തോ ആയി, 6 ലാലേട്ടൻ മാറിയിട്ടില്ല. ലാലേട്ടൻ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോകും, മനസ്സിലായില്ലേ? ലാലേട്ടനെ കാണാൻ തന്നെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം കാണാനും ലാലേട്ടൻ്റെ ചിരി കാണാനും ലാലേട്ടനെ കാണാൻ തന്നെ ഒരു 1000 കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ മാറില്ല. ലാലേട്ടൻ മാറില്ല. പിന്നെ വരാനുള്ള ചാൻസ് കൂടുതൽ ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജുവേട്ടന് നല്ല ചാൻസ് ഉണ്ട്. രാജുവേട്ടൻ വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാര്യം രാജുവേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാൻ ഇന്ത്യൻ രീതിയിൽ നിൽക്കുകയാണ് മൊത്തത്തിൽ. അപ്പോഴത്തേക്കും രാജുവേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, തങ്കടിച്ച് നിൽക്കാനും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞ് നിൽക്കാനും വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ മാറൂല്ല എന്നാണ് ഞാൻ പറയുന്നത്. കുറേ ഓൺലൈൻ മീഡിയയിലൊക്കെ വന്നായിരുന്നു ഇതുപോലെ ഇന്നയാൾ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവരാരും വരെയൊന്നുമില്ല. അവസാനം ലാലേട്ടൻ തന്നെ വരും. ഫോർ എക്സാമ്പിൾ ഈ പ്രൊഡക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ. ആ ലിസ്റ്റിലൊക്കെ ഇന്നയാൾ വരുന്നു ഇന്ന് ഇവർ വരും. ഈ ലിസ്റ്റിലുള്ള പകുതി വരില്ല. അവസാനം ആകെ വരുന്നത് ലാലേട്ടനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലാലേട്ടൻ എന്തായാലും മാറില്ല. പിന്നെ കുറേ ഓൺലൈൻ മീഡിയ ഒക്കെ പറയണം നിർത്താൻ പോകുന്നു. അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സാധാരണ IPL തുടങ്ങുന്ന സമയത്താണ് തുടങ്ങുന്നത്. IPL തുടങ്ങാറായി. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നീട്ടി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അല്ല നിർത്തിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നടക്കുന്നൊരു ഷോയാണ്, മനസ്സിലായില്ലേ? കുറേ ലാംഗ്വേജിലൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഓരോ സീസൺ കഴിയുമ്പോഴും ഓരോ സീസൺ വന്നുകൊണ്ടിരിക്കേ ഉള്ളൂ. അല്ലാതെ അങ്ങ് നിർത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാര്യം ഏഷ്യനിൽ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. സോ ഗൈസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 10, 30, 40 ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്ക് എന്തായാലും ഒരു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. പിന്നെ ഞാൻ പ്രൊഡക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവരൊക്കെ ഓൾമോസ്റ്റ് വരേണ്ടതാണ്. കാര്യം അവർ കഴിഞ്ഞ വർഷവും വന്നതാണ്, പിന്നെ ഇപ്രാവശ്യവും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവരൊക്കെ ഈ പകുതി ആകുമ്പോഴേക്കാണ് ഔട്ട് ആവുന്നത്, മനസ്സിലായത്? സെക്കൻഡ് റൗണ്ടൊക്കെയാണ് കുറേ അവർ പോകുന്നത്. എന്തായാലും നമുക്ക് കാണാം. എന്തായാലും വന്നിരിക്കും. വേറെ മാറ്റങ്ങളില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എല്ലാ വർഷമാകുമ്പോൾ തുടങ്ങുന്നതാണ് ഇതുപോലെ ലാലേട്ടൻ മാറുന്നു. പക്ഷേ ലാലേട്ടൻ മാറില്ല. 5-നകത്ത് ലാലേട്ടൻ. സോ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. AR ആകാശ്. ബൈ ബൈ.